നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നുള്ളത് ഷൊർണൂരാണ്. ഇവിടെ ഒരു ഓയിൽ മില്ല് വന്നേക്കാണ്, അഞ്ജന ഓയിൽ മില്ല്, അതുപോലെ തന്നെ റോയൽ ഫ്ലവർ മില്ല്, രണ്ടും ഒരുമിച്ചാണ്. അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയൊക്കെ പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാരണം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലി, മുളക്, മഞ്ഞളിങ്ങനെ നമ്മളൊക്കെ പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് നാളികേരം ഉണക്കുന്നത് നമ്മുടെ ഒരു 20 ട്രാൻഡ് ഡ്രയർ ഉപയോഗിച്ചാണ് ഉണക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്രയറിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് സ്ഥാപനത്തിന്റെ ഓണർ ഫ്രാൻസിസ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എടാ ഇവിടെ എന്തൊക്കെ സംഭവമാണ് ചെയ്യുന്നത്? ഇവിടെ കൊപ്പര ഉണക്കി കൊപ്പര ഉണക്കി ആട്ടി വെളിച്ചെണ്ണാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലി, മുളക്, മല്ലി, മുളക്, മഞ്ഞള് എന്തൊക്കെ സംഭവമാണ് കൊടുപ്പിക്കുന്നത്? എല്ലാ മല്ലി, മുളക്, ഗോതമ്പ്, അരി, എല്ലാ ധാന്യങ്ങളും പൊടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ ഇവിടെ എടുത്തുള്ള ആൾക്കാർ കൊണ്ടുവരുന്നത് അനുസരിച്ച് പൊടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്? അല്ലാതെ ഇവിടെ പൊടിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നില്ല അല്ലെ? ഇല്ല, മുളക് മല്ലിയൊന്നും ഇല്ല. അപ്പൊ എത്ര നാളെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്? 1985 തുടങ്ങി. 1985, അത്രയും വർഷം മുമ്പ് തുടങ്ങിയതാണ്. അപ്പൊ തുടങ്ങിയത് ഒരു ഫാദർ ആയിട്ടാണോ തുടങ്ങിയത്? അല്ല, ജ്യേഷ്ഠനായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോരാണ് നാളായിട്ട്. അപ്പൊ ഇവിടെ വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുളക്, മല്ലി പൊടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ വെളിച്ചെണ്ണൊക്കെ നാളികേരം ഉണക്കാനായിട്ട് മെഷീനാണോ ഉപയോഗിക്കുന്നത്? ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്. അതിപ്പോ എത്ര നാളായി എടുത്തിട്ട്? ഇപ്പൊ 2 വർഷമായി. ഇതുവരെ തീയിട്ട് കത്തിക്കലായിരുന്നു. അതിനു മുമ്പ് തീയിലാണോ ഉണക്കിയിരുന്നത്? അതെങ്ങനെയാണ് ഈ തീയിൽ ഉണക്കുന്നത്? ചിരട്ട അടിയിലിട്ട് കത്തിച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുക്കായിരുന്നു. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് നിറം കുറയുന്നു. അത് അതിന്റെ ഡാർക്ക് കളറായി പോവാണ്. അതുകൊണ്ടാണ് മെഷീൻ ഇലക്ട്രിക് ആക്കിയത്. 2 വർഷമായിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോ നമുക്കതൊക്കെ ഒന്ന് കാണാൻ പറ്റും, മെഷീന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും. അപ്പൊ ചേട്ടാ ഇതാണോ നമ്മുടെ മെഷീൻ വരുന്നത്? ഇത് ഡെൻമാർക്കിന്റെ മെഷീൻ. ഇതിലിപ്പോ എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടോ? ഉണ്ട്, നാളികേരം ഉണക്കാൻ തോന്നുന്നല്ലേ? നമുക്കൊന്ന് തുറന്നു നോക്കാമല്ലോ അല്ലെ? ഇവരുടെ കൊപ്പറ ഉണക്കാനായിട്ട് വെച്ചേക്കാണ്. ഇതിപ്പോ എത്ര സമയമാണ് എടുക്കുന്നത് ഉണങ്ങാനൊക്കെ ആയിട്ട്? ഇത് 12 മണിക്കൂർ ഉണ്ടായ ചിരട്ടന്ന് എടുത്ത് കഴിഞ്ഞാൽ ഉണങ്ങും. 12 മണിക്കൂർ ചിരട്ട കുത്തി മാറ്റാനായിട്ട്? 12 മണിക്കൂർ പിന്നെ ഉണക്കാനും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 12 മണിക്കൂർ വയ്ക്കണം അല്ലേ? മൊത്തം 24 മണിക്കൂറാണ് ഉണങ്ങാനായിട്ടുള്ള സമയം വേണ്ടത്. അപ്പോൾ ഇതാണ് വെളിച്ചെണ്ണ ഇരിക്കുന്നത്, അഞ്ജന ഓയിൽ മില്ല്. നല്ല കളറും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാന്നുള്ളതാണ്. കുളപ്പള്ളിയാണ് സ്ഥലം കറക്റ്റ് വരുന്നത്. ഷൊർണൂർ കുളപ്പള്ളിയാണ് സ്ഥലം വരുന്നത്, പാലക്കാട് ജില്ല. ഈ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്തൂടെ പോകുന്നവരാണെങ്കിൽ ഇവിടെ കയറി നിങ്ങൾക്ക് നോക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി വാങ്ങാന്നുള്ളതാണ്. ഇത് എത്രയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? 2 ബോട്ടിൽ വരുന്നുണ്ടല്ലോ. ലിറ്ററിന് 200 രൂപ. 1 ലിറ്റർ 200 രൂപ. ചെറുതിന് 100 രൂപ. അരക്ക് 100. അപ്പൊ 1 ലിറ്ററിന് 200, അരക്ക് 100 ആണ്. വളരെ വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് സാധാരണ റേറ്റ് തന്നെയാണ്. അത് നല്ല ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ എടുക്കണ തേങ്ങിന്. ഇവിടെ നിന്നുള്ള തേങ്ങ എടുത്ത് കാട്ടുന്നത് തമിഴ്നാടല്ല. ഇവിടത്തെ ഉള്ള തേങ്ങ തന്നെ മെഷീൻ ഉപയോഗിച്ച് ഉണക്കി അത്രയും ഹൈജീനായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതാണ് വെളിച്ചെണ്ണ സംഭവം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മെഷീനിൽ വേറെ എന്തെങ്കിലും ഉണക്കാറുണ്ട്? ഇല്ല, ഇത് തന്നെയുള്ളൂ ഉണക്കാറുള്ളൂ. നാളികേരം ഞാൻ പിന്നെ കൊടംപുളിന് പിന്നെ ഉണക്കാറ്. കൊടംപുളി അത് വർഷക്കാലത്ത് വീട്ടാവശ്യത്തിന് മേടിച്ച് ഉണക്കാറുണ്ട്. വേറെ എങ്ങനെ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ചക്ക ചുള പറിച്ച് കൊണ്ടുവന്ന് ഉണക്കി കൊടുക്കും ആൾക്കാർക്ക് പൊടിച്ച്. ആൾക്കാർ കൊടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ പുറന്നാരെങ്കിലും ഇപ്പൊ ചക്ക അങ്ങനെയുള്ള സംഭവമൊക്കെ കൊടുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഉണക്കി കൊടുക്കുന്നുണ്ട് ചേട്ടൻ. വേറെ ഒന്നും കാര്യമായിട്ട് ഉണക്കുന്നില്ല, മെയിൻ ആയിട്ട് നാളികേരം തന്നെയാണ് ഉണക്കുന്നത്. അപ്പൊ ഇത് മെഷീൻ എടുത്തപ്പോ എത്ര വില വന്നിട്ടുണ്ടായിരുന്നു? ഇത് 1,25,000 1,25,000 അടുത്തേക്ക് വില വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ക്യാബിനായിട്ടുള്ള 20 ട്രാൻഡ് മെഷീനാണ് ട്രാൻസാറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് പ്രവർത്തിക്കാൻ തോന്നുന്നു അല്ലെ? സെപ്പറേറ്റ് കണക്ഷൻ കൊടുപ്പിച്ചുള്ളതാണ്. ഇവരെ സിംഗിൾ കണക്ഷൻ ആയിട്ട് അവര് സെറ്റ് ചെയ്യുന്ന കമ്പനി. ഞാൻ നിർബന്ധമായിട്ട് 2 കണക്ഷൻ ആക്കിയതാ. 2 കണക്ഷൻ. അപ്പൊ ഇതെന്ന് ഗുണം എന്താ നമുക്ക് ഒറ്റക്കള്ളി വേണമെങ്കിൽ ഒറ്റക്കള്ളി. ഇപ്പൊ ഒരു സൈഡിലേക്ക് നമുക്ക് ഉണക്കാനുള്ളതെന്ന് വെച്ചാൽ അത് ഓൺ ചെയ്യാം, അത് മാത്രം ഓൺ ചെയ്യാം. അതുപോലെ തന്നെ അതിനാണ് 2 സെപ്പറേറ്റ് മീറ്റർ പാനൽ സംഭവമൊക്കെ വരുന്നത്. ഇവിടെ ഇപ്പൊ ഒന്നും ഉണക്കാൻ വെച്ചിട്ടില്ല. ഇല്ല, എടുത്തതാ. ഇതാണ് ട്രാൻഡ് ഒരു സൈസ് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ സൈഡിലൊന്നും ഉണക്കാൻ വെച്ചിട്ടില്ല, ഉണക്കിയത് എടുത്തു. അതുപോലെ തന്നെ ഇത് സ്റ്റീലിന്റെ ട്രേ, അത് എല്ലാ ഐറ്റങ്ങളും നല്ല ഐറ്റങ്ങൾ വെക്കാൻ, നല്ല ഫുഡ് ഐറ്റംസ് വെക്കാൻ വേണ്ടിട്ട് ഉണക്കാനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് കൊടുത്തിട്ടുണ്ട്.
നാളികേരം ഉണക്കാനാണ് മൈൽഡ് ചില്ലി ട്രേസ് ആണ് എടുത്തിരിക്കുന്നത്. നാളികേരം ഉണക്കാനാണെങ്കിൽ ഇങ്ങനത്തെ നോർമൽ MS ട്രേസ് മതി. ഫുഡ് ഐറ്റംസ് ഉണക്കാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. എടുത്തിട്ട് ചിലപ്പോൾ 2 വർഷമായി ഉപയോഗിക്കണം. എന്തെങ്കിലും മെഷീന്റെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മളൊന്നും ഫേസ് ചെയ്തില്ല അല്ലേ? നമുക്ക് അതുപോലെ തന്നെ ഇവിടെ മില്ലിന്റെ പൊടിപ്പിക്കുന്ന മെഷീൻസ് ഒക്കെ കാണാൻ പറ്റും. ഇത് അരി വറക്കുന്ന പൊടിച്ച് വറക്കുന്ന റോസ്റ്റർ 2 ഇത് 2 അരി പൊടിച്ച് വറക്കുന്ന മെഷീൻ റോസ്റ്റർ. അപ്പൊ ഇതിൽ അരി മാത്രം വറക്കാം. പിന്നെ എന്തൊക്കെയാ വരുന്നത്? ഇതില് ഗോതമ്പ് പൊടിക്കുന്നത് വളറൈസർ. എല്ലാത്തിനും സെപ്പറേറ്റ് മെഷീൻസ്? എല്ലാത്തിനും സെപ്പറേറ്റ് ഉണ്ട്. അതിന് മിളക് മാത്രം. ഇത് മിളക് മാത്രല്ലേ? ഇത് ഉണക്കരി പൊടിക്കുന്ന പത്തിരിക്ക്, പത്തിരി അങ്ങനെയുള്ള നൈസ് അരികള് ഉണക്കരികള് മാത്രം പൊടിക്കുന്നത്. മഞ്ഞളും മല്ലിയും ഗ്രൈൻഡർ. മഞ്ഞളും മല്ലിയും ഗ്രൈൻഡർ അല്ലേ? നല്ല മഞ്ഞളും സംഭവമൊക്കെ പൊടിക്കാനായിട്ട് ഗ്രൈൻഡർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ അപ്പുറത്തുണ്ട് പിന്നെ പുറത്തും വരുന്നുണ്ടല്ലേ? നമുക്ക് പിന്നെ ഫൗണ്ടിങ് മെഷീൻ ഉണ്ട്. അരി അടിക്കുന്ന ഫൗണ്ടിങ് മെഷീൻ ഇതല്ലേ? നമ്മുടെ തൃശ്ശൂർക്കാരെ അരി ഇടിച്ചരിച്ച് കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം. വേറെ മില്ലിലൊക്കെ പോയിട്ടും നമ്മൾ ഇതിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അരി ഇടിച്ചു പൊടിക്കുന്ന ഫൗണ്ടിങ് മെഷീൻ. അരിക്കാനത് അരിപ്പത് അത് അരിക്കുന്നതിന്റെ മെഷീൻസ് അല്ലേ? അതൊക്കെ പണ്ട് തൊട്ടുള്ളതാന്ന് തോന്നുന്നു. പണ്ടത്തെ ഒരു സംഭവമാണ് അരിയൊക്കെ ഇടിച്ചു പൊടിക്കാന്നുള്ളത്. അപ്പൊ അത് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട് ചേട്ടൻ. അപ്പൊ അപ്പുറത്തും കുറച്ച് മെഷീൻസ് വരുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ഇത് അരി അരച്ചു കൊടുക്കുന്നത് അരി കല്യാണ പാർട്ടികൾക്കും ഇവർക്കൊക്കെ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ അരച്ചു കൊടുക്കുന്നത്. വട നമ്മുടെ വീട്ടിലുള്ള ചെറിയ സംഭവത്തിന്റെ വലുത്. പണ്ട് ഇത് മറ്റേ ആട്ടുകല്ല് അങ്ങനത്തെ അരക്കല്ല് പോലത്തെ അല്ലെ? അതിന് പേരുള്ള ഗ്രൈൻഡറാണ് സംഭവം വരുന്നത്. ദോശ ഇഡ്ലിക്ക് അരച്ചുണ്ടാക്കാനായിട്ടുള്ള തട്ടുകടക്കാർക്ക് അതുപോലെ. ഇത് നെല്ലുത്തണം അളറ്. നെല്ല് കുത്തുന്ന മെഷീൻ. നെല്ല് കുത്തുന്ന മെഷീൻ. കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് ഇവിടെ. ഇത് അച്ചപ്പത്തിന് മാത്രം പൊടിക്കുന്നത്. അച്ചപ്പം നനച്ചരി. ഇവിടെ കുടിൽ വ്യവസായക്കാരുണ്ട്. അച്ചപ്പത്തിന്റെ കുടുംബശ്രീ അങ്ങനെയാണ്. അല്ല, ഒരു വലിയ വ്യവസായക്കാര് 5-6 പേരുണ്ടല്ലേ? അരച്ചു പൊടിക്കുന്നത്. അവർക്ക് സ്ഥിരമായിട്ട് ചേട്ടൻ തന്നെ കൊടുക്കുന്നല്ലേ? അപ്പൊ ഇവിടെ അച്ചപ്പം ഉണ്ടാക്കുന്ന വലിയൊരു യൂണിറ്റ് ഉണ്ട്. അവർക്ക് അച്ചപ്പത്തിനുള്ള പൊടി ഉണ്ടാക്കാനായിട്ടാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. അത് എത്ര നാളായിട്ട് അവർക്ക് ചേട്ടൻ ചെയ്ത് കൊടുക്കുന്നത്? അതൊരു 10-30 കൊല്ലമായിട്ട് അവര് ഉണ്ട് ഇവിടെ. 10-30 കൊല്ലമായിട്ടുള്ള ചേട്ടൻ്റെ ഒരു ഡീലറാണ്. അതുപോലെ തന്നെ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ. നമ്മുടെ നാളികേരൊക്കെ കട്ടിങ് മെഷീനാണ്. ഇത് എക്സ്പെല്ലർ ആട്ടുന്ന മെഷീൻ അല്ലേ? നാളികേരം ഉണ്ടാക്കാനായിട്ടുള്ള ആട്ടുന്ന മെഷീനാണ്. അപ്പൊ ഇതിലിപ്പോ കൊപ്ര ഇട്ട് കൊടുത്താൽ കട്ടാക്കി പീസായി വരും. അതിപ്പോ 12 മണിക്കൂർ കഴിഞ്ഞ കൊപ്ര അല്ലേ? ഉണങ്ങിയ പീസ് ആട്ടാൻ പാകത്തിന് മെഷീനിലേക്ക് ഇറക്കാൻ പാകത്തിന് ആക്കി. ഫുള്ളായിട്ട് ഉണങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ വെച്ച് ആട്ടി. അങ്ങനെയാണ് സംഭവം വരുന്നത്. അതുപോലെ തന്നെ അവിടെ തൂക്കുന്നതിനുള്ള മെഷീൻ വരുന്നുണ്ട്, വെയിറ്റ് നോക്കുന്നതിന്റെ. ഇത്ര സംഭവങ്ങളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പിണ്ണാക്ക് അല്ലെ? വെളിച്ചെണ്ണാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിണ്ണാക്ക് കുറിച്ച് ആക്കിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പശുവിന് ഇതൊക്കെ നല്ല ഫുഡാണ്. ഇതൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പശുവിനെ കൊണ്ടുപോകാ. പശുവിനെ കൊടുക്കാൻ ആടിനെ വളർത്തുന്നവർ പശുവിനെ വളർത്തുന്നവർ കൊണ്ടുപോകും. ഇവിടെ വന്ന് മേടിക്കാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണ്. അപ്പൊ ഇതൊന്നും ഇവിടെ നമുക്ക് വേസ്റ്റ് വരുന്നില്ല. എല്ലാ സംഭവം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നാളികേരത്തിന്റെ ഒക്കെ ആണെങ്കിലും ആട്ടിയിട്ടുള്ള വേസ്റ്റ് വരെ നമുക്ക് ആടുകൾക്കും പശുക്കൾക്കും നല്ല ഫുഡാണ്. അപ്പൊ അത് വേസ്റ്റ് ആവുന്നില്ല. അതൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ സംഭവമാണ് ഇവിടെ വരുന്നത്? ഇത്രയും സംഭവമാണ് വരുന്നത് അല്ലെ? അപ്പോ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ, ഒരുപാട് മെഷീൻസ് നമ്മളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും സെപ്പറേറ്റ് മെഷീൻസ് ആണ് പൊടിപ്പിക്കുന്നതിനും സംഭവങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പോ ഇത് ഒരുപാട് വർഷമായിട്ടുള്ള ഒരു സംരംഭമാണ്. ഫ്രാൻസൈന്റെ ചേട്ടൻ മുതലേ തുടങ്ങിയതാണ്. അതിപ്പോ ഫ്രാൻസൈനും തുടർന്ന് പോരാണ് ചെയ്യുന്നത്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഇതിപ്പോ ആട്ടി കൊടുക്കുക അവർക്ക് തന്നെ. ഇതിപ്പോ കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്നവർക്ക് അവർക്ക് ആട്ടി കൊടുക്കുക, വെയിറ്റ് നോക്കി ആട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിന്റെ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എത്ര കിലോ ചേട്ടാ? 100 കിലോയാ? 70 കിലോ നാളികേരം ഉണക്കാനായിട്ട് ചേട്ടൻ കൊണ്ടേക്കാണ്. ഇതിന് ഉണക്കി ആട്ടി കൊടുക്കുമല്ലോ? വെളിച്ചെണ്ണ ഉണക്കൊന്നും വേണ്ട, അത് അവര് ഉണക്കി കൊടുന്നതാ. അവര് ഉണക്കി കൊടുന്ന വെളിച്ചെണ്ണാക്കി കൊടുക്കാൻ വെളിച്ചെണ്ണ കൊണ്ടുപോവാ അവർക്ക്. അപ്പൊ എത്ര ഇതിനൊക്കെ ചാർജ് മേടിക്കുന്നത്? കിലോന് 15 രൂപ. കിലോന് 15 രൂപ വെച്ചിട്ടല്ലേ? അപ്പൊ ഇവിടെ ചേട്ടനെ ആട്ടാനായിട്ടുള്ള മെഷീൻ റെഡി ആക്കി കൊണ്ടുപോകാം.
നാളികേരം ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നാളികേരം ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കാണാം. ഇതിന് വെളിച്ചെണ്ണയായിട്ട് വരും. നമുക്ക് വെളിച്ചെണ്ണ വരുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വെളിച്ചെണ്ണ വരുന്നത് കൂടെ കാണാം. നല്ല നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ വരുന്ന കാണാം. പിണ്ണാക്കാണ്, നാളികേരം ആട്ടിയതിൻ്റെ വേസ്റ്റ്. ഇതൊക്കെ ഇനി പശുക്കൾക്കും നമ്മുടെ ആടുകൾക്കും നല്ലൊരു ഫുഡാണ്. വെളിച്ചെണ്ണയാണ്, നല്ല വെളിച്ചെണ്ണ ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. മെഷീൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. ഇതൊരു 20 ട്രെയിൻ്റെ മെഷീനാണ് സാർ എടുത്തിരിക്കുന്നത്. ഒരു 100 കിലോ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാറോട് നമ്മുടെ മെഷീനിൽ നാളികേരമൊക്കെ ഉണക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആട്ടാൻ പാകത്തിന്. നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഒരു സൈസ്. ഇതൊരു 20 ട്രെയിൻ്റെ മെഷീനാണ്. ഇതാണ് ഇവിടെ വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറ് നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഹൈജീനായിട്ട് ഉണക്കി ആട്ടി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. അതിൻ്റെ കളറും സംഭവമൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല കളറും സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക്. ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒരു സൈഡിൽ ഇപ്പം സാറ് നാളികേരം ഉണക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 100 കിലോൻ്റെ മെഷീനാണ് ടോട്ടലായിട്ട് വരുന്നത്. ഇതിൽ നമുക്കൊരു 500ഓളം നാളികേരം നമുക്ക് അറ്റ് എ ടൈം ഉണക്കിയെടുക്കാനായിട്ട് പറ്റും, രണ്ട് സൈഡും കൂടിയിട്ട്. ഒരു ട്രയലാണെങ്കിൽ നമുക്കൊരു 20ഓളം നാളികേരം ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നാളികേരം ഉണക്കിയെടുത്ത് വെച്ചേക്കാണ്. നമ്മുടെ ഈ മെഷീനിൽ നാളികേരം മാത്രമല്ല, പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, മുളക്, മല്ലി, ജാതിക്കായ, ഇറച്ചി, മീൻ, അങ്ങനെയുള്ള എന്ത് സംഭവങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ സാറ് കസ്റ്റമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് 2 സൈഡ് പ്രവർത്തിപ്പിക്കുന്ന മെഷീനൊക്കെ എടുത്തേക്കാണ്. 2 സൈഡ് മീറ്റർ പാനൽ നമ്മളൊക്കെ വരുന്നുണ്ട്. അപ്പം അറ്റ് എ ടൈം ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഉണക്കാനുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രമായിട്ട് ഓണാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് കറണ്ട് ചിലവ് വളരെ കുറവ് വരുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പം നമ്മുടെ കമ്പനി ഇതുപോലെ 3 ട്രേ തൊട്ട് 5 ട്രേ, 7 ട്രേ, 10 ട്രേ, 20 ട്രേ, 30 ട്രേ, 50 ട്രേ കസ്റ്റമറുടെ ആവശ്യപ്രകാരം എത്ര ട്രേസിലുള്ള ഡ്രയർ വേണമെങ്കിലും ഉണ്ടാക്കി നൽകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേസ് വരുന്നത്. ഇത് MS ട്രേസ് ആണ്. അത് നമുക്ക് നാളികേരം അങ്ങനെ വാട്ടർ കണ്ടന്റ് കുറവുള്ള ഐറ്റംസ് മാത്രം ഉണക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഫുഡ് ഐറ്റം ഉണക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരിക. നമുക്ക് എന്ത് സാധനവും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇറച്ചിയായാലും മീനായാലും അങ്ങനെ എന്ത് സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കറികളോ, പഴങ്ങളോ, മീനോ, ഇറച്ചിയോ, അല്ലെങ്കിൽ ഇതുപോലെ നാളികേരം ഉണക്കി ആട്ടി കൊടുക്കാനോ, അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനായും വ്യാവസായികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായാലും നമ്മൾ മെഷീൻസ് ഉണ്ടാക്കി നൽകുന്നുണ്ട്. അതും കസ്റ്റമറുടെ ആവശ്യപ്രകാരം റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ചേട്ടാ, അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നല്ല ക്വാളിറ്റി അങ്ങനെ വന്നാൽ കൊടുക്കും. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ, ഷൊർണൂർ ഭാഗത്തുള്ളവരാണെങ്കിൽ, പാലക്കാട് ഷൊർണൂർ ഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഞ്ജന ഓയിൽ മില്ല് വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വെളിച്ചെണ്ണ മേടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇവരാരെങ്കിലും ഇതുപോലെ നാളികേരം ഉണക്കി കൊണ്ടുവരാണെങ്കിൽ ആട്ടി കൊടുക്കും. പച്ചത്തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കി നല്ല എണ്ണ കൊടുക്കും. ഹൈജീനായിട്ട് തന്നെ ഉണക്കി ആട്ടി വെളിച്ചെണ്ണ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നതായിരിക്കും അയച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ അയച്ചു കൊടുക്കണ്ട, ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊരു അയച്ച് അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ല. വന്ന് പലരും ബോംബെക്ക് കൊണ്ടുപോകാനും ഗൾഫിൽ കൊണ്ടുപോകാനും ഒക്കെ വന്ന് മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. കാനുകളിലാക്കി മേടിച്ചുകൊണ്ട് അതുകൊടുത്ത ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ് കണ്ടിട്ട് വരാറുള്ളതാണ്. അപ്പൊ ഇവിടെ അയച്ചു കൊടുക്കുക അങ്ങനെ ഒരു സംഭവം ചേട്ടൻ ചെയ്യുന്നില്ല ഇതുവരെ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതുള്ള നല്ല വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല നാളികേരം കൊണ്ടുവരാണെങ്കിൽ ഇതുപോലെയുള്ള മെഷീനിൽ ഉണക്കി
ആട്ടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മേടിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മഞ്ഞൾ, മല്ലി, മുളക്, സമളൊക്കെ പൊടിപ്പിക്കണം എന്നുണ്ടെങ്കിലും വരാം. അപ്പോൾ ഇതിനൊക്കെ വരാനായിട്ട് ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഷൊർണൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 100 മീറ്റർ അടുത്ത് കണയം റോഡ്. കനകം റോഡ്, കണയം റോഡ്, കണയം റോഡ്, പെരിന്തൽമണ്ണ കണയം, പെരിന്തൽമണ്ണ കണയം റോഡിലാണ് അഞ്ജന ഓയിൽ മില്ല്, അഞ്ജന ഓയിൽ മില്ല്, അതുപോലെ തന്നെ റോയൽ ഫ്ലവർ മില്ല്. റോയൽ ഫ്ലവർ മില്ല് 2 മില്ലായിട്ടാണ് നടത്തുന്നത്. 2 മില്ലായിട്ടാണ് നടത്തുന്നത്. 2 കണക്ഷൻ 2 മില്ലായിട്ടാണ് നടത്തുന്നത്. അപ്പൊ അഞ്ജന ഓയിൽ മില്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പില് കിട്ടും. മാപ്പിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് വരാന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് നിർത്താണ്. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ.